ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. പുതിയൊരു വിഷയവുമായി കടന്നു വരുന്നതിന് എന്നെ ഒരുക്കിയ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെയധികം ആദരിക്കപ്പെട്ട ഒരാളെപ്പറ്റി അല്പസമയം ചിന്തിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമുഖമായി ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. രാജഗുരുവിന് എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. രാജാവ് അദ്ദേഹത്തെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ഒരു ദിവസം രാജാവ് ഗുരുവിനോട് ചോദിച്ചു, അറിവാണോ സ്വഭാവമാണോ മുഖ്യം? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉത്തരം നൽകാമെന്ന് ഗുരു പറഞ്ഞു. പിറ്റേന്ന് ഗുരു ഖജനാവിൽ നിന്ന് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ എടുത്തുകൊണ്ട് പോയി. കാവൽക്കാരൻ കണ്ടെങ്കിലും പ്രതികരിച്ചില്ല. പല ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചപ്പോൾ അയാൾ രാജാവിനെ വിവരം അറിയിച്ചു. അടുത്ത ദിവസം ഗുരു രാജാവിന് മുമ്പിൽ എത്തിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റില്ല. കാര്യം മനസ്സിലാക്കിയ ഗുരു പറഞ്ഞു, താങ്കൾ എന്നെ കണ്ടപ്പോൾ എഴുന്നേക്കാത്തത് ഞാൻ പണം എടുത്ത വിവരം അറിഞ്ഞതുകൊണ്ടാണ്. താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ മനഃപൂർവ്വം പണം എടുത്തതാണ്. എൻ്റെ സ്വഭാവം മോശമായപ്പോൾ അങ്ങ് എന്നെ ബഹുമാനിക്കാൻ മടിച്ചു. ബഹുമാനം പിടിച്ചു വാങ്ങുന്നവരുണ്ട്, പ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്നവരുണ്ട്. സ്വഭാവം കൊണ്ട് ബഹുമാനിക്കപ്പെടുന്നവരും അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ബഹുമാനിക്കപ്പെടുന്നവരുമുണ്ട് ഈ ലോകത്തിൽ. എന്നാൽ സ്വത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും പേരിലുള്ള ബഹുമാനം അവയ്ക്ക് നാശം സംഭവിക്കുമ്പോൾ ഇല്ലാതാകും. പെരുമാറ്റ വൈശിഷ്ട്യമുള്ളവരോടുള്ള ബഹുമാനത്തിന് ആജീവനാന്തം വാറണ്ടിയുണ്ട്. ഇതാണ് നമ്മെ ഈ കൊച്ചു കഥ ഓർമ്മിപ്പിക്കുന്നത്. അല്പ സമയത്തെ ചിന്തയ്ക്കായി രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യം 15 മുതൽ 18 വരെ. രൂത്ത് ചാപ്റ്റർ 1:15-18 ഇപ്രകാരം കാണുന്നു. രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവന്മാരുടെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം പലർക്കും അറിയാവുന്നതാണ്. എങ്കിലും അതിൻ്റെ ചുരുക്കമായി പറയട്ടെ. അന്യദേശമായ മോവാബിൽ വച്ചാണ് രൂത്ത് നയോമിയുടെ മരുമകളായി തീർന്നത്. രൂത്തിൻ്റെ ഭർത്താവ് മരിച്ചു, നയോമിയുടെ ഭർത്താവും മരിച്ചു. രണ്ടുപേരും വിധവമാർ. രൂത്തിൻ്റെ കൂട്ടുകാരിയായ ഓർപ്പ നയോമിയുടെ മൂത്ത മകൻ്റെ ഭാര്യ സ്വന്തം ഭവനത്തിലേക്ക്, സ്വന്തം നാടായ മോവാബിലേക്ക് മടങ്ങിപ്പോയി. രൂത്ത് അവളുടെ ഭവനത്തിലേക്കോ ദേശത്തേക്കോ മടങ്ങിപ്പോകാൻ കൂട്ടാക്കിയില്ല. അവൾ അമ്മാവിയമ്മയോട് പറ്റിച്ചേർന്ന് നിന്നു. ഞാൻ നിന്നെ വിട്ടുപോകയില്ല എന്ന് അവൾ പറഞ്ഞു.
വളരെ വലിയ ഒരു തീരുമാനം ആണത്. അമ്മാവിയമ്മയ്ക്ക് ഒരു തണലായി, ഒരു താങ്ങായി, ഒരു തുണയായി നിൽക്കണമെന്ന് അവൾക്ക് തോന്നി. അവളുടെ സ്വന്തം ഭാവിയെപ്പറ്റി അവൾ ചിന്തിച്ചില്ല. അവളുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല. സ്വന്തം സന്തോഷത്തെപ്പറ്റി, സ്വന്തം ഭവനത്തെപ്പറ്റിയോ സ്വന്തം ദേശത്തെപ്പറ്റിയോ അവൾ ചിന്തിച്ചില്ല. പ്രായമായ വിധവയായ ആ അമ്മയ്ക്ക് ആരും തുണയില്ലാതായി. ഭർത്താവ് മരിച്ചു. 2 ആൺമക്കൾ ഉണ്ടായിരുന്നത് അവരും മരിച്ചു. ഒറ്റപ്പെട്ടു പോയ അമ്മാവിയമ്മയെ സഹായിക്കാൻ അവൾ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? ഈ കാലത്ത് നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? നമ്മുടെ ചുറ്റും അനന്തരം നാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? പ്രായമായ വിധവയായ ആരും തുണയില്ലാത്ത അമ്മാവിയമ്മമാരെയും സ്വന്തം അമ്മയപ്പന്മാരെ പോലും സ്വന്തം സുഖത്തിനും താല്പര്യത്തിനും വേണ്ടി ഉപേക്ഷിച്ചു പോകുന്നവരല്ലേ അധികവും? സ്വന്തം ഭർത്താവിൻ്റെ നാട്ടിലേക്കും വീട്ടിലേക്കും പോലും പോകാത്തവരും പോകാൻ താല്പര്യമില്ലാത്തവരുമല്ലേ ഇപ്പോഴുള്ള തലമുറയിൽ അധികവും? അമ്മാവിയമ്മയെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കാനും കരുതാനും എത്ര പേർക്ക് സാധിക്കും? വളരെ കുറച്ച് പേർക്ക് മാത്രം. ഈ കാലഘട്ടത്തിൽ എല്ലാ ബന്ധങ്ങളും എല്ലാ കരുതലുകളും ഒക്കെ സമ്പത്തിനെ ആശ്രയിച്ചാണ്. ഇതിൽ നിന്നൊക്കെ രൂത്ത് വ്യത്യസ്തമാണ്. നയോമി സമ്പന്നയല്ല, അവൾ ദരിദ്രയാണ്. അങ്ങനെയുള്ള ഒരാളെ ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതൊരു ബാധ്യതയാവത്തില്ല? നിന്റെ സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയല്ലേ അത്? ഇവിടെയാണ് രൂത്തിന്റെ പ്രത്യേകത നാം കാണേണ്ടത്. എന്താണത്? ദരിദ്രയായ വിധവയായ അമ്മാവിയമ്മയ്ക്ക് ഒരു താങ്ങാവണമെന്ന് അവൾ വിചാരിച്ചു. അവൾ ഉപേക്ഷിച്ചു പോയില്ല. സ്വന്തം നാട്ടിലേക്കും സ്വന്തം വീട്ടിലേക്കും അവൾ പോയില്ല. ഇന്ന് എത്ര കുടുംബങ്ങളിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ഐക്യമുണ്ട്, ഒരുമയുണ്ട്. വെറും നിസ്സാര കാര്യത്തിന് വേണ്ടി വഴക്കിടുന്നവരും വീട് വിട്ടു പോകുന്നവരും ഉപേക്ഷിച്ചു പോകുന്നവരും അല്ലേ അധികവും? മരുമകളായ രൂത്ത് പറഞ്ഞത്, അമ്മയെ ഞാൻ വിട്ടുപോകയില്ല, വിട്ടുപിരികയില്ല എന്നാണ്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്നാണ് അവൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക്, എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെ പറയാനും സാധിക്കും? ഓരോരുത്തരും അവരുടെ ഇഷ്ടവും സന്തോഷവും അല്ലേ അതിനല്ലേ മുൻകൂർ പ്രാധാന്യം കൊടുക്കുന്നത്. അതില്ലാതാക്കി ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുമോ? അമ്മയ്ക്ക് ഒരു വിശ്രമം, ഒരു തണൽ ഈ ഉള്ളവൾ തരും. അപ്പോൾ ആദ്യം കരഞ്ഞു വിതുമ്പിക്കൊണ്ടിരുന്ന നയോമി പറഞ്ഞത്, ഞാൻ നിനക്കൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കണ്ടേ എന്നാണ്. രൂത്ത് 3-1 പറയുന്നുണ്ട്. രൂത്ത് ചാപ്റ്റർ 3:1, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കണ്ടായോ? ഇവിടെ
രൂത്തിൽ വന്ന മാറ്റം നയോമിയിൽ പ്രതിഫലിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരിൽ പ്രതിഫലിക്കും, മറ്റുള്ളവരെ സ്വാധീനം ചെയ്യും, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ക്രിസ്തുവിൻ്റെ ഛായയിൽ അഥവാ ക്രിസ്തു ഉള്ളവർ ആയി നിന്നാൽ, ഭാര്യയായാലും ഭർത്താവായാലും മകനോ മകളോ ആരുമാകട്ടെ, അപ്പോൾ കാണാം നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന മാറ്റം. കുടുംബത്തിലെ അന്തരീക്ഷം തന്നെ മാറുന്നത് കാണുവാൻ സാധിക്കും. കലുഷിതമായ ശണ്ടയുള്ള ഒരു ഭവനം സ്വസ്ഥതയില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരും. അവിടെ സമാധാനവും സന്തോഷവും കളിയാടും. ഇരുപത്തി 3 താഴേക്ക് വായിക്കുമ്പോൾ നയോമിയുടെ ചാർച്ചക്കാരൻ ബോവസിൻ്റെ അടുത്തേക്ക് രൂത്തിനെ അയക്കുന്നതായി. അമ്മ പറഞ്ഞതനുസരിച്ച് അവൾ തൈലം പൂശി ശുദ്ധീകരണം നടത്തി വെണ്മയുള്ള വസ്ത്രം ധരിച്ച് അവിടേക്ക് പോയി. തൈലം പൂശുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നീ എവിടെ ചെല്ലുന്നുവോ അവിടെ സുഗന്ധം വ്യാപരിക്കണം. നിന്നിൽ നിന്ന് നന്മയുടെ സുഗന്ധം മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കണം. നിന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധം മറ്റുള്ളവർക്ക് കിട്ടണം. നിങ്ങളെവിടെയാണെങ്കിലും നിങ്ങളിൽ നിന്ന് പരിമളം, സുഗന്ധം ഉണ്ടാവണം. നന്മയുടെ സുഗന്ധം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ? പാപിണിയായ മഗ്ദലക്കാരത്തി മറിയ ഒരു വെൺകൽ ഭരണി പരിമള തൈലം പൊട്ടിച്ച് യേശുവിൻ്റെ മേലൊഴിച്ചപ്പോൾ അവിടെ മഹാക സുഗന്ധം പരന്നു. നിന്നിൽ യേശു ഉണ്ടെങ്കിൽ, നീ എവിടെയാണെങ്കിലും നിങ്ങളിൽ കൂടി യേശുവിൻ്റെ സാമീപ്യം മറ്റുള്ളവർ അറിയണം. നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ടോ? വർഷങ്ങളായി വിശ്വാസിയാണ്. നിങ്ങളിൽ എത്ര പേരുടെ വീടുകളിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും സുഗന്ധം പരക്കുന്നുണ്ട്? നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ടോ? അതോ പുറത്തു പറയാൻ അറയ്ക്കുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒക്കെ കാര്യങ്ങളാണോ? നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെണ്മയുള്ളതായിരിക്കട്ടെ എന്ന് സഭാപ്രസംഗിയിൽ പറയുന്നുണ്ട്. സഭാപ്രസംഗി 9:8 എക്ലസിയേറ്റ്സ് ചാപ്റ്റർ 9:8. നിന്റെ വസ്ത്രത്തിലും സുഗന്ധമുണ്ട്, അത് വെണ്മയുള്ളതും കളങ്കമില്ലാത്തതും കറയില്ലാത്തതും മാലിന്യമില്ലാത്തതും ആയിരിക്കണം. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നഗ്നരല്ല, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നഗ്നരാണ്. ഈ സത്യം, ഈ യാഥാർത്ഥ്യം നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങളുടെ തനി രൂപം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു, കാണുന്നു. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ അവിടെ തനിയെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല വിശ്വാസികളും സുവിശേഷം അറിയുന്നവരും പല രഹസ്യ പാപങ്ങളുടെയും പിടിയിലാണ്, പാപങ്ങളുടെ വലയിലാണ്. മനുഷ്യരുടെ മുമ്പിൽ നല്ലതാണ്, എന്നാൽ ജീവിതത്തിൽ അഹങ്കാരമുണ്ട്, വൈരാഗ്യമുണ്ട്, പകയും വിദ്വേഷവുമുണ്ട്, പ്രതികാരമുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, അസൂയയുണ്ട്, അനുസരണ ഇല്ലായ്മയുണ്ട്. ഭർത്താവിനെ ഉപേക്ഷിച്ചവർ, ഭാര്യയെ ഉപേക്ഷിച്ചവർ, മാതാപിതാക്കളെ ഉപേക്ഷിച്ചവർ ഒക്കെയുണ്ട്. രൂത്തിനെ പറ്റിയാണ് നാം ചിന്തിച്ചു തുടങ്ങിയത്. പിന്നീട് എന്താണ് രൂത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അമ്മാവിയമ്മ അവൾക്ക് വേണ്ടി ഒരു നല്ല ജീവിതം,
ഒരു വിശ്രാമ സ്ഥലം ബോവസിലൂടെ നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല ഇപ്പോൾ. രൂത്തിനെയും അവളുടെ തലമുറയെയും ദൈവം അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. രൂത്തിൻ്റെ പിൻതലമുറ ദാവീദിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ജീവിതത്തിൽ സാന്നിധ്യമുള്ളതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യണ്ടേ? നിങ്ങളുടെ വരും തലമുറയ്ക്ക് നല്ലത് വരണ്ടേ? നിങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ടോ? ഐ റിപ്പീറ്റ്, നിങ്ങളുടെ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യണ്ടേ? നിങ്ങളുടെ വരും തലമുറയ്ക്ക് നല്ലത് വരണ്ടേ? നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു നിമിഷം ചിന്തിക്കൂ. എങ്കിൽ എന്താണ് വേണ്ടത്? ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. നിങ്ങൾ ഒരിക്കൽ മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ ഇനിയും മാനസാന്തരപ്പെടേണ്ടതാണ്. ഒരിക്കൽ നിങ്ങളുടെ വസ്ത്രം വെണ്മയുള്ളതായിരുന്നു, ശുദ്ധമായിരുന്നു. അത് വീണ്ടും മലിനപ്പെട്ടാൽ, അത് അശുദ്ധമായാൽ എന്താണ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിച്ച് മഴയത്ത് പുറത്തിറങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ വസ്ത്രം ചെളി പുരണ്ട അശുദ്ധമാകും. അത് കഴുകി വെടുപ്പ് വെക്കുകയല്ലേ ചെയ്യാറുള്ളത്? സിമിലർലി, അതുപോലെ വളരെ കാലം മുമ്പ് മാനസാന്തരപ്പെട്ട് എന്ന് പറയുന്നവർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ മലിനപ്പെടാം. വെളിപ്പാട് 3:4, റെവലേഷൻസ് ചാപ്റ്റർ 3:4 ഇങ്ങനെ കാണുന്നുണ്ട്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ഉടുപ്പ് മലിനമാകാത്ത വളരെ കുറച്ച് പേർ മാത്രം അവർ യേശുവിനോട് കൂടെ നടക്കും. അനേകം പേരുണ്ടായിരുന്നു, അവരൊക്കെ മലിനപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ തെറ്റുകൾ, വീഴ്ചകൾ, പാപങ്ങൾ തിരുത്താനുണ്ടോ? ദൈവസന്നിധിയിൽ അനുതപിക്കുക, അപേക്ഷിക്കുക, തിരുത്തുക. നിങ്ങളുടെ വസ്ത്രം ക്രൂശിലെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് വെണ്മയുള്ളതാക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സന്ദേശം നൽകിയത് ജോർജ് ജൂനിയർ, കിഴക്കേ വീട്.